പൂജ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായോ? വാക്ക്ഡ് ഔട്ട് ചെയ്തോ പൂജ? ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. എന്താണ് സംഭവം? ആക്ച്വലി എന്താണ് ഇന്നത്തെ ദിവസം നടന്നത്? സത്യാവസ്ഥ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് അത് അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിബിൻ്റെ കേസ്, സിബിനും ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിരുന്നു. എന്താണ് ആക്ച്വലി പൂജയ്ക്ക് അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആയിട്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ എനിക്ക് അറിയാൻ പറ്റിയത് ഒരു സാഡ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. പൂജ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു, വാക്ക്ഡ് ഔട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് വീട്ടിലെന്തോ ഒരു ഫിസിക്കൽ ടാസ്ക് നടക്കുകയുണ്ടായി. ആ ടാസ്കിലൂടെ പൂജയ്ക്ക് എന്തോ ഡിസ്കിന് പ്രോബ്ലം, നടുവിന് എന്തോ പ്രോബ്ലം പറ്റിയിട്ട് അനങ്ങാൻ പറ്റാതെ ആയിട്ടാണ് പൂജ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. പൂജയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം 2 ആഴ്ചത്തെ റെസ്റ്റും ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് പൂജ വാക്ക്ഡ് ഔട്ടായി. അതായത് ഷോയിൽ നിന്നും വാക്ക്ഡ് ഔട്ടായി. അപ്പോൾ പൂജയ്ക്ക് ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ല. കാരണം ഷോയിൽ നിന്നും 24 hours മാറി നിന്ന് കഴിഞ്ഞാൽ വീട്ടിനകത്തേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും സിജോ തിരിച്ചു വരുന്നതോ എന്ന്. സിജോയെ ഒരാൾ അറ്റാക്ക് ചെയ്തതാണ്, വീട്ടിനകത്ത് നിന്ന് ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. പക്ഷേ പൂജയുടെ കേസ് അങ്ങനെയല്ല. നമ്മൾ ടാസ്ക് ആകുമ്പോൾ നമ്മൾ പരമാവധി നമ്മളെയും ശ്രദ്ധിക്കണം, ടാസ്ക് മാനേജ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പൂജ പുറത്തായെന്നാണ് അറിയുന്നത്. പൂജയെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷ ഇല്ലാതെ വെച്ചിരുന്ന അതിനകത്ത് കയറിയ വൈൽഡ് കാർഡ്സിൽ ഒരാളായിരുന്നു പൂജ. പക്ഷേ സൂപ്പറായിട്ട് പൂജ നിലപാടുകൾ അല്ലെങ്കിൽ പൂജയുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പൂജ പുറത്തായെന്നാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 10-14 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പം ഓക്കെ ആയി, ഇപ്പോൾ സിജോ തിരിച്ചു വരുന്ന പോലെ വരുമോ, റീ എൻട്രി ചെയ്യുമോ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഭൂകമ്പം ടാസ്ക് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ റീ എൻട്രി ചെയ്യാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്, ഭൂകമ്പം ടാസ്ക്. പക്ഷേ എന്നാലും അറിയാൻ പറ്റുന്നത് പൂജ വരത്തൊന്നുമില്ല. കാരണം അപ്പം തന്നെ 55-60 ദിവസവും 2 ആഴ്ച ലീവ്. ഇപ്പം 42 ഡേ ആണ്, അപ്പം ഇനി അടുത്ത് വരുമ്പോൾ 56 ഒക്കെ കഴിയും. അപ്പോൾ പിന്നെ റീ എൻട്രിക്കുള്ള സമയമൊക്കെ കഴിയും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സോ പുറത്തായി എന്ന് 100% കൺഫേംഡ് ആയിട്ട് അറിയുന്നു. പിന്നെ സിബിൻ്റെ കേസ്, സിബിൻ ക്വിറ്റ് ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ ഈ നിമിഷം വരെയും ബിഗ് ബോസ് വീടിനകത്ത് തന്നെ ഉണ്ട്, ക്വിറ്റ് ഒന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതാണ് ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞത്. സിബിൻ ക്വിറ്റ് ആയിട്ടുണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിച്ചു. അങ്ങനെയല്ല, ബിഗ് ബോസ് കൺവിൻസ് ചെയ്തു എന്നാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം, നാളെ ലൈവ് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് കാര്യം എന്നുള്ളത്. ടാസ്കിലൂടെയാണ് പൂജയ്ക്ക് എങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണിത്. ഇതുപോലത്തെ കറക്റ്റ് ആയിട്ടുള്ള ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.